ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സ്ഥിരം മേൽവിലാസമുള്ള സ്ഥലത്ത് മാത്രമേ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകൂ എന്ന ചട്ടത്തിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. ഇതനുസരിച്ച് വാഹന ഉടമയ്ക്ക് സംസ്ഥാനത്തെ ഏത് RTO ഓഫീസിലും വാഹനം രജിസ്റ്റർ ചെയ്യാം. ഇതുവരെയുള്ള നിയമമനുസരിച്ച് സ്ഥിരമായ മേൽവിലാസമുള്ള മേഖലയിലെ RTO ഓഫീസിൽ മാത്രമായിരുന്നു വാഹനം രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരുന്നത്. ജോലി, ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വരുന്നവർക്ക് പുതിയ നിയമം കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. ഓഫീസ് അടിസ്ഥാനത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ അനുവദിക്കുന്ന രീതിയും അനുവദിച്ചിരുന്നുവെങ്കിലും നിരവധി ഉപാധികൾ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. തൊഴിലാവശ്യത്തിന് മാറി താമസിക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേൽവിലാസം, ഉയർന്ന ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം എന്നിവയാണ് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ നടപടികൾ ഇതോടെ ഒഴിവാകുമെന്നും വിലയിരുത്തലുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പുതിയ ഉത്തരവ്. ഉടമ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വാഹന രജിസ്ട്രേഷൻ നടത്തണമെന്ന ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നിലപാടിനെതിരെയായിരുന്നു കോടതിയുടെ ഇടപെടൽ. ഇതോടെ അധികാരപരിധി ചൂണ്ടിക്കാട്ടി RTOമാർക്ക് ഇനി വാഹന രജിസ്ട്രേഷൻ നിരാകരിക്കാനാകില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സീൻ ചെയ്യാതിരുന്ന മെസ്സേജുകളും സ്റ്റാറ്റസുകളും ഓർമ്മിപ്പിക്കുന്ന പുതിയ ഫീച്ചറുമായി വാട്സാപ്പ് ബീറ്റയുടെ പുതിയ അപ്ഡേറ്റഡ് പതിപ്പിലാണ് ഉപഭോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമാവുക. തിരക്കിനിടയിൽ നാം വായിക്കാൻ വിട്ടുപോയ മെസ്സേജുകളും കാണാനുള്ള സ്റ്റാറ്റസുകളും ഇനി വാട്സാപ്പ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കും. ഇത്തരത്തിലുള്ള പുതിയ സവിശേഷതകളുമായാണ് ആപ്പിന്റെ പുതിയ അപ്ഡേറ്റ് വേർഷന്റെ വരവ്. നമ്മൾ കൂടുതലായി ആശയവിനിമയം നടത്തുന്ന സ്റ്റാറ്റസുകളെയും മെസ്സേജുകളെയും കുറിച്ചാണ് വാട്സാപ്പ് ഓർമ്മിപ്പിക്കുക. ഇതിനായി നമ്മൾ സ്ഥിരമായി നടത്തുന്ന ആശയവിനിമയങ്ങൾ വാട്സാപ്പ് വിശകലനം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ബാക്കപ്പിലോ സെർവറിലോ ഈ വിവരങ്ങൾ ശേഖരിച്ചു വെക്കില്ലെന്നും കമ്പനി അറിയിച്ചു. വാട്സാപ്പ് ഉപഭോക്താവിന് ശല്യമാകാത്ത രീതിയിൽ റിമൈൻഡർ നൽകുകയാണ് കമ്പനി ചെയ്യുക. ഈ സേവനം ആവശ്യമില്ലാത്തവർക്ക് റിമൈൻഡർ ഓഫ് ചെയ്തു വെക്കാനും സാധിക്കും. വാട്സാപ്പ് ബീറ്റയുടെ പുതിയ പതിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ സേവനം ലഭ്യമായി തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ഉടൻ തന്നെ മറ്റു വേർഷനുകളിലും ഈ അപ്ഡേഷൻ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭാരം കുറഞ്ഞ ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഇന്റലിജൻസ് നിരീക്ഷണ ആവശ്യങ്ങൾക്കായാണ് ഡ്രോൺ ഉപയോഗിക്കുക. അതിവേഗത്തിൽ പറക്കാൻ കഴിയുന്നതാണ് ഖർഗ എന്ന ഭാരം കുറഞ്ഞ ഈ കമിക്കാസെ ഡ്രോൺ. GPS നാവിഗേഷൻ സംവിധാനം സജ്ജമാക്കിയ ഡ്രോണിന് 700 ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും കഴിയും. ഇതിനു പുറമെ ശത്രു രാജ്യങ്ങളുടെ വൈദ്യുതകാന്തിക സ്പെക്ട്രം ജാം ചെയ്യുന്ന നീക്കത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇതിൽ സജ്ജമാണ്. 1.5 കിലോമീറ്ററാണ് ചാവേർ ഡ്രോൺ എന്നറിയപ്പെടുന്ന ഖർഗ കമിക്കാസയുടെ റേഞ്ച്. ശത്രുതാവളങ്ങളെ വളരെ എളുപ്പം തകർക്കാൻ കഴിയുന്ന ഖർഗ കമിക്കാസയുടെ നിർമ്മാണ ചെലവ് വെറും 30,000 രൂപ മാത്രമാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ട ഡ്രോണാണിതെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത കടുപ്പിച്ചു പോലീസ്. വ്യാജ പെൻഷൻ തട്ടിപ്പുകാർ ഇപ്പോൾ ഓൺലൈനിൽ സജീവമാണെന്നും ഇവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വിവിധ പെൻഷൻ പദ്ധതികളുടെ പേരിൽ പണം തട്ടുകയാണ് ഓൺലൈൻ തട്ടിപ്പുകാരുടെ പുതിയ രീതി. വ്യാജ പെൻഷൻ പദ്ധതികളെ അവതരിപ്പിച്ച സ്കീമുകൾക്കുള്ള യോഗ്യത ക്ലെയിം ചെയ്യുന്നതിനായി ഒരു റഫറൻസ് കോഡും വിശദാംശങ്ങൾ പരിശോധിക്കാനുള്ള ലിങ്കുകളും തട്ടിപ്പുകാർ അയക്കും. ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നും ഇത് തട്ടിപ്പാണെന്നുമാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. ഇങ്ങനെ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നതോ ഒഴിവാക്കണമെന്നും സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനും തടയുവാനും 1930 എന്ന നമ്പറിൽ വിളിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കായി കിടിലൻ ഓഫർ പ്രഖ്യാപിച്ചു BSNL. 999 രൂപയ്ക്ക് 3 മാസത്തേക്ക് 25 Mbps പ്ലാനാണ് BSNL അവതരിപ്പിച്ചത്. നിസാര തുകയ്ക്ക് മാസം 1200 GB ഡാറ്റ ലഭിക്കുമെന്നതാണ് പ്ലാനിന്റെ സവിശേഷത. എതിരാളികളുമായുള്ള മത്സരത്തിൽ മുന്നേറാൻ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ BSNLനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഇന്ത്യയിൽ എല്ലായിടത്തും BSNLന്റെ ഭാരത് ഫൈബർ കണക്ഷനുകൾ ലഭ്യമാണ്. രാജ്യത്തെ ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളിൽ 3ാം സ്ഥാനത്തുള്ള BSNL മികച്ച വേഗതയ്ക്കൊപ്പം സവിശേഷമായ പ്ലാനുകളും നൽകുന്നുണ്ട്. 999 രൂപയുടെ പ്ലാൻ ചുരുക്കം ചില സർക്കിളുകൾ ഒഴികെ രാജ്യത്തിന്റെ എല്ലാ ടെലികോം സർക്കിളുകളിലും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.